കാണിക്കുന്നേ? നീ എന്റെ പെണ്ണല്ലേടി. എല്ലാം കഴിഞ്ഞ് ഇട്ടേച്ച് പോകുന്ന ജെനി, നിനക്ക് എന്നെ വിശ്വാസല്ലേ? ഒരു പെണ്ണ് ഒരാണിനോടുള്ള വിശ്വാസം ഇതിനപ്പുറം എങ്ങനെയാ തെളിയിക്കുന്നേ? ചുമ്മാതിരിക്കണം. ഓപ്പറേഷൻ എപ്പോഴാണെന്നാ പറഞ്ഞേ? അമ്മയുടെ ഓപ്പറേഷൻ അതെപ്പോഴാണെന്ന്? മറ്റന്നാൾ. ടെൻഷനുണ്ടല്ലേ? അമ്മ, ജെനി, രണ്ടിലൊരാൾ എനിക്ക് നഷ്ടപ്പെടും. കള ബ്രോ, പെണ്ണൊന്നു പോയാൽ 100 വേറെ വരും. പക്ഷെ അമ്മ അതൊരെണ്ണേ ഉള്ളൂ, പോയാ പോയതാ. അയാള് പറ്റിക്കോ? ആര്? ബെന്നിച്ചായനോ? ചതിയിൽ കള്ളമില്ല ബ്രോ. മൂപ്പരെ ശരിക്കും അറിയാഞ്ഞിട്ടാ. ഈ പണിയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരാൾ, അത് നമ്മുടെ ബെന്നിച്ചായന. മൂപ്പരുടെ ഡീലെന്ന് പറഞ്ഞാൽ അത് ഡീലാ. അതോർത്ത് ബ്രോ ടെൻഷൻ അടിക്കണ്ട. എന്നാലും സമയത്രായില്ലേ, നീ ഒന്ന് വിളിച്ചോക്ക്. ആ, കട്ട് ചെയ്യുന്നു. എത്താറായി കാണും. ആ, നീ കുടിക്കാനൊന്നും പറഞ്ഞില്ലേ? എനിക്ക് വേണ്ട, നീ പറഞ്ഞു. ഏയ്, അത് പറ്റില്ല. ഒരു കോഫി പറയാം. ഏയ് ബേറൻ, ഛേ ദാ ഇവിടെ. ഹായ് ഫയർ. അയച്ചേ ഇരി. സോ രാഹുൽ അല്ലേ? സർ പ്ലീസ്. ഇച്ചേനൊരു കോഫി പറയട്ടെ? യാ ഷുവർ. 3 കോഫി. ജസ്റ്റ് മിനിറ്റ് സാർ. ഒരു മിനിറ്റ്. ആ പറ. ഹേയ്, അതൊന്നും എൻ്റെ പ്രശ്നമല്ല. സംഗതി റെഡിയായിട്ട് വിളിക്കും. ക്യാഷ് അപ്പോൾ ഓക്കെ ആക്കാം. അല്ലാതെ ഉഡായിപ്പ് കാണിച്ചാ അറിയാലോ ഈ ബെന്നിയെ. ആ, നീ ഫോൺ വയ്ക്ക്. വെങ്കടി, ഇങ്ങ് വാ. അവനോട് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറയും പെട്ടെന്ന്. ഓക്കെ ചേ. സോറി. സാർ ഇനി എന്തെങ്കിലും? വേണ്ട, പറയാം. ശരി സാർ. ഒക്കെ റെഡിയല്ലേ? എമൗണ്ട് ഇച്ചാ, പുള്ളിയുടെ കയ്യിൽ സാധനമുണ്ട്. 1.5 ലക്ഷം. അതാണ് പുള്ളിയുടെ ഡിമാൻഡ്. പെണ്ണ് കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ, മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ, അങ്ങനെ എല്ലാം നോക്കും. അതിനുമപ്പുറം പെണ്ണിൻ്റെ പെർഫോമൻസ് അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാശ് ഇവിടെ റെഡി. അമ്മയുടെ ഓപ്പറേഷനാണ്, അതിനാണിത് ചെയ്യുന്നത്. തെറ്റെന്ന് മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ വേറെ നിവൃത്തിയില്ല എനിക്ക്. 1.5 അതിൽ കുറയരുത്. എൻ്റെ ഈ ബിസിനസ്സിൽ ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. സംഗതി റെഡിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാശ് ഞാൻ തരും. സാധനം കാണിക്കേ. എന്തായി കാണിക്കുന്നേ? ജെനി, നോ.
ജെനി ഇറങ്ങി. ഇച്ചേ,